നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി. തിരൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന തൃക്കണ്ടിയൂർ വില്ലേജിന്റെ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനം ആരംഭിച്ചു. വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ജ്വല്ലറിയിൽ മോഷണം. ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 42 വർഷക്കാലം നിസ്തുല സേവനം നടത്തിവരുന്ന വേലായുധൻ ഡോക്ടറെ ആദരിച്ചു. മീനടത്തൂർ ദാറുൽ ഉലൂം അക്കാദമി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി. കരിപ്പൂരിൽ നിന്നും മെയ് 21 പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പുറപ്പെട്ട 166 ഹാജിമാരാണ് തിങ്കളാഴ്ച വൈകിട്ട് 4:15 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആദ്യ വിമാനത്തിൽ തിരിച്ചെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫൈസി, അംഗങ്ങളായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, ഡോക്ടർ IP അബ്ദുസലാം, ഉമ്മർ ഫൈസി മുക്കം, PT അക്ബർ, സഫർ കയാൽ, PP മുഹമ്മദ് റാഫി, കൊണ്ടോട്ടി നഗരസഭ വൈസ് ചെയർമാൻ അഷ്റഫ് മെഡാൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KP ഫിറോസ്, ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി, ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് പടനിലം തുടങ്ങിയവർ സ്വീകരിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. സർവേ റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കൃത്യമാക്കുന്നതിന്റെ ഭാഗമായി തിരൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന തൃക്കണ്ടിയൂർ വില്ലേജിന്റെ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനം ആരംഭിച്ചു. ഡിജിറ്റൽ റീസർവേ ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം നഗരസഭ അധ്യക്ഷ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം ന്യൂസ് വരുന്നതോടുകൂടി കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു സർവേ വരുന്നുണ്ട്, അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് പ്രായമായ കുറേ ആളുകൾ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കിടയിൽ ആശങ്ക ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പരമാവധി ആ ഭാഗത്തുള്ള ആളുകളുമായി തൃക്കണ്ടിയൂർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ ഏകോപിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സർവേ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ബന്ധപ്പെടാനുമായി തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ റീസർവേ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചു. ഡിജിറ്റൽ റീസർവേ ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം നഗരസഭാ അധ്യക്ഷ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ P രാമൻകുട്ടി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ KK അബ്ദുൽ സലാം, തിരൂർ ഭൂരേഖ തഹസിൽദാർ K നൌഷാദ്, തൃക്കണ്ടിയൂർ വില്ലേജ് ഹെഡ് സർവേയർ VS സജിത് കുമാർ, തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസർ സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ജ്വല്ലറിയിൽ മോഷണം. സെല്ല ഗോൾഡ് ആൻഡ് സിൽവറിലാണ് മോഷണം നടന്നത്. പണവും ലാപ്ടോപ്പും മോഷണം പോയതായി കടയുടമ പറഞ്ഞു. വളാഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു.
വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന സെല്ല ആൻഡ് ഗോൾഡ് സിൽവറിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. ജ്വല്ലറിയുടെ ചുമരു തുറന്ന് മോഷ്ടാവ് അകത്ത് കയറി എന്നാണ് വിവരം. ചുമരു തുറന്ന ഭാഗം മുളകുപൊടിയും വിതറിയതായി കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചവരെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതായി കടയുടമ പറഞ്ഞു. ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും ലാപ്ടോപ്പും മോഷ്ടാവ് കവർന്നിട്ടുണ്ട്. കടയിലുണ്ടായിരുന്ന രേഖകളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. ജ്വല്ലറിയിൽ സ്ഥാപിച്ച CCTVയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട്. കടയുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. വെട്ടൻ ന്യൂസ് വളാഞ്ചേരി. ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി BP-അങ്ങാടി നീലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 42 വർഷക്കാലം നിസ്തുല സേവനം നടത്തിവരുന്ന വേലായുധൻ ഡോക്ടറെ BP-അങ്ങാടി GMUP സ്കൂളിൽ ആദരിച്ചു. നീലി ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് R. നാരായണൻ ഉപഹാരം സമർപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ് ബാബു, സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു, ഫിറോസ്, ശ്രീകുമാർ, നിഖിത, റീന, ഗായത്രി S തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ P. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി C. ഖാലിദ് സ്വാഗതവും മുഹമ്മദ് മുസ്തഫ PK നന്ദിയും പറഞ്ഞു. ഡോക്ടർ R. വേലായുധൻ മറുപടി പ്രസംഗം നടത്തി. വെട്ടൻ ന്യൂസ് തലക്കാട്. മീനടത്തൂർ ദാറുൽ ഉലൂം അക്കാദമി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം അക്കാദമി പ്രസിഡന്റ് മുണ്ടേക്കാട്ട് മൊയ്തീൻകുട്ടി നിർവഹിച്ചു. പൊതുയോഗം KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ ഉബൈദുള്ള മദനി താനാളൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ, ദീനി വിദ്യാഭ്യാസത്തിന്റെ, മതപഠനത്തിന്റെ എല്ലാം പ്രസക്തി ഒരു നിലയിൽ പറയുകയാണെങ്കിൽ കുറഞ്ഞു വരികയാണ്. എങ്കിൽ തന്നെയും അത് വർദ്ധിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് സത്യവിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മക്കൾ അല്ലാഹുവിനെ സംബന്ധിച്ചും മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് ഐഹിക ലാഭത്തിന് വേണ്ടി, സുഖ ജോലികൾക്ക് വേണ്ടി മീനടത്തൂർ ദാറുൽ ഉലൂം അക്കാദമി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. M. മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. E. ഷെരീഫ് ബാവ ഹാജി, M. ജൌഹർ മമ്മൂദ്, K. കുഞ്ഞുബാവ, മണ്ടായപ്പുറത്ത് കുഞ്ഞുഹാജി, CK. മുഹമ്മദ് കുട്ടി ഹാജി, മണ്ടായപ്പുറത്ത് ബാവ മൂപ്പൻ, EC. ബാവ ഹാജി, മുല്ലശ്ശേരി ഹുസൈൻ ഹാജി, KP. മുഹമ്മദ് കുട്ടി മദനി, K. ഫൈസൽ അൻസാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ GSTയുടെ 7ാം വാർഷിക ദിനത്തിൽ GST ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ്
പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. വലിയൊരു ജനാധിപത്യ പ്രക്രിയ കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉണർവിൽ നിന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അടിസ്ഥാന പ്രശ്നവും അല്ലെങ്കിൽ അടിസ്ഥാന നിയമം എവിടുന്ന് വരുന്നു എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തിരൂരിലെ ഓഫീസറുടെ കയ്യക്ഷരം തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. ആ ഒരു വിയോജിപ്പ് ഞാൻ തുടക്കത്തിലേ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് നോക്കൂ, ഇന്ന് നമ്മൾ കുറേ ഡേ പറഞ്ഞു, CA ഡേ ആണ്, GST ഡേ ആണ്, എല്ലാമാണ്. ഇന്ന് രാജ്യത്ത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഡേ കൂടിയാണ്. ഇന്ന് മുതൽ നമ്മുടെ 3 നിയമസംഹിതകൾ അങ്ങ് മാറി. ഇനി ക്രിമിനൽ ലോ ഇല്ല, പുതിയ നിയമങ്ങളുടെ പേര് പോലും പഠിച്ചിട്ടില്ല. ഭാരതീയ നിയമസംഹിത, അങ്ങനെ പേരുകൾ പോലും മാറി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കൊലക്കുറ്റത്തിന്റെ സെക്ഷനല്ല ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ളത്. ഇതൊക്കെ മുൻപ് തീരുമാനിച്ചതല്ലേ വെച്ചാൽ തീരുമാനിച്ചതാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ചോദിച്ചു നോക്കും, അവർ FIR എഴുതാൻ ശീലിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കരുത്. ഞാനൊരു സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടി പറയാം. ഇപ്പോഴും പോലീസ് ഇന്ന് മുതൽ FIR എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കോടതിയിൽ കയറി, ഞാൻ LLB കഴിഞ്ഞത്, ഞാൻ ഇന്നലെ വരെ പഠിച്ച എല്ലാ നിയമങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടു. പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു. ഈ സ്വതന്ത്ര ഇന്ത്യ ഈ നിയമസംഹിതകൾ വന്നതിന് ശേഷം വേണുസാറിനൊക്കെ അറിയാം, വേണുസാർ ഒരുപാട് ജഡ്ജ്മെന്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണു പൊന്നാനി വിഷയാവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് P സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ PK ശ്യാംകൃഷ്ണൻ, P ശൈലേഷ്, OK കുഞ്ഞിമുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി CP ജമാൽ സ്വാഗതവും ട്രഷറർ K രതി നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.